തീർച്ചയായിട്ടും രാത്രിയിലെ ഗുരുവായൂരപ്പന്റെ ശീവേലി കാണണം. ഗുരുവായൂരപ്പൻ ഒരു ചക്രവർത്തിയായിട്ട്, ഗുരുവായൂരപ്പൻ ഒരു രാജാവായിട്ട് എഴുന്നള്ളുന്ന ഒരു പ്രതീതി നിങ്ങൾക്കുണ്ടാവും. ശരിക്കും ഗുരുവായൂരപ്പൻ ദ്വാരകയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണോ നമ്മുടെ അടുത്തേക്ക് നമുക്ക് തോന്നും. അതില് ഗുരുവായൂരപ്പന്റെ ശ്രീഭൂതബലിയാണ് ആദ്യത്തെ 3 പ്രദക്ഷിണം. 4ാമത്തെ ഒരു പ്രദക്ഷിണമാണ് ഗുരുവായൂരപ്പൻ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ താജ്മഹലോ അല്ലെങ്കിൽ ഈജിപ്തിലെ പിരമിഡോ ഇതൊക്കെ മിസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് ഗുരുവായൂരപ്പന്റെ ശിവേലി. 4ാമത്തെ ശിവേലിക്ക് 2 പാക്കാന എക്സ്ട്രാ വരും. മുമ്പുള്ള തിടമ്പ് മാറ്റി വേറൊരു കൊമ്പന്റെ പത്ത് വീഴും. 3 ആനപ്പുറത്താണ് ആ ശിവേലി. അതുവരെ ഭഗവാൻ ആനയുണ്ട്. ആ ശിവേലി നടക്കുന്ന സമയത്ത് രാത്രിത്തെ ആ ഒരു ഭഗവാന്റെ കോലം ആനയുടെ പുറത്തേക്ക് കയറ്റുന്ന സമയത്ത് അവിടെ ഹാർമോണിയൊക്കെ വായിക്കുന്ന ചേട്ടനുണ്ട്. അദ്ദേഹം ആ കൊടിമരത്തിന് ചുറ്റും സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കും, ഈ ചന്ദനത്തിന് പോലുള്ള കാര്യങ്ങളെ കത്തിക്കും. അതിനുശേഷം ഭഗവാന്റെ തിടമ്പ് അവിടെ കയറ്റുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമുള്ള ഭഗവാന്റെ രാത്രിയിലെ 4ാമത്തെ